ഈ ലോകം പടച്ചത് മുതൽ 4 മാസങ്ങൾക്ക് പ്രത്യേകം മഹത്വം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിൽ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന 3 മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസമായതുകൊണ്ടാണ് ആ തുടർച്ചയായ 3 മാസങ്ങൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുള്ളത്. ഈ 3 മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു മഹത്വം കൊടുത്ത ഒരു മാസം പരിശുദ്ധമായ റജബ് മാസമാണ്. പരിശുദ്ധ റജബ് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റമളാനിന് മുന്നോടിയായിട്ട് റമളാനിൻ്റെ ആ ഒരു വരവിനെ അറിയിക്കുവാനായി കടന്നു വരുന്ന ഒരു മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത്, ഈ റജബിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതായത് അമലുകൾ നമ്മൾ റജബിൽ തന്നെ ചെയ്ത് തുടങ്ങണം. തുടക്കം കുറിക്കേണ്ട മാസം റജബാണ്. അതിനുദാഹരണമായി മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്, നാം ഒരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയുടെ വിളവെടുപ്പാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ വിളവെടുപ്പിന് നമുക്ക് എത്രത്തോളം വിളവ് കിട്ടണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു, അതിനനുസരിച്ച് കൃഷി നമ്മൾ ഇറക്കും. പാടത്ത് കൃഷി എത്ര ഇറക്കുന്നോ അതിനനുസരിച്ച് വിളവ് നമുക്ക് കിട്ടും. അതുപോലെ റമളാനിൽ നമുക്ക് വിളവുകൾ കൊയ്തെടുക്കേണ്ടതുണ്ട്. ഒരുപാട് അമലുകൾ ആ റമളാനിലൂടെ നമുക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ റജബിൽ നമ്മൾ അമലുകൾക്ക് വിത്തുമാകിയ മതിയാകും. ഒരു മരത്തിന് തളിരിടുന്നത് പോലെയാണ് റജബ് മാസം. റജബ് മാസത്തിൽ അതിങ്ങനെ തളിരിട്ട് വരും. ശഅബാൻ മാസമാകുമ്പോൾ അതിൽ കായ്കനികൾ പിടിക്കും. റമളാൻ ആകുമ്പോൾ ആ കായ്കനികൾ നല്ല പഴമായി മാറുകയും നമുക്ക് പറിച്ചെടുക്കാൻ, നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആയി മാറുകയും ചെയ്യും. അപ്പോൾ തളിരിട്ട് വരുന്ന മരം, ഇങ്ങനെ തളിരിട്ട് വരുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ്. ഈ റജബിൽ ധാരാളം അമലുകൾ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, പടച്ചവന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ വേണ്ടി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റജബിന്റെ മഹത്വം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അല്ലാഹു തആല ബഹുമാനിച്ച ഒരു മാസമാണ് റജബ് മാസം. മറ്റ് മാസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു മഹത്വം റജബിനുണ്ട്. കാരണം റമളാൻ മാസത്തിന് പോലും മറ്റ് സമുദായങ്ങൾക്ക് ശറഅാക്കി കൊടുത്തിട്ടില്ല, നോമ്പ് ശറഅാക്കിയിട്ടില്ല റമളാനിൽ. പക്ഷെ റജബിന് ആ ഒരു ബഹുമാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതൽ ഈ കാലഘട്ടം വരെയും അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റജബിന്റെ മഹത്വം. അതുകൊണ്ട് തന്നെ ജാഹിലിയ്യ കാലഘട്ടം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾ പോലും റജബിന് ബഹുമാനം കൊടുത്തിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വരുമ്പോൾ നബിതങ്ങളെ ബൈഅത്ത് ചെയ്യുവാനായിട്ട് പല നാടുകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ആളുകൾ വരുമ്പോൾ മദീനയിലേക്ക് പല ഗോത്രങ്ങളിൽ നിന്നും, പല കഫീലകളിൽ നിന്നും എത്തേണ്ട ആളുകൾ മുദർ എന്ന് പറയുന്ന ഒരു ഗോത്രം വിട്ടുകിടന്ന് വേണം മദീനയിലേക്ക് വരാൻ. അപ്പൊ ഈ മുദറുകാരെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായിരുന്നു, പ്രവാചകന്റെ വലിയ ശത്രുക്കളായിരുന്നു മുദർ ഗോത്രം. അപ്പൊ ഇവരെന്ത് ചെയ്യും? നിബിധങ്ങളെ കാണാൻ വരുന്ന ആളുകളാണ് എന്നറിയുമ്പോൾ, അഥവാ ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന ആളുകളാണ് എന്നറിയുമ്പോൾ അവരെ ആക്രമിക്കും. അതുകൊണ്ട് 11 മാസവും ഈ മുദർ ഗോത്രത്തിനെ വിട്ടുകിടന്ന ആളുകൾ വരാൻ തയ്യാറാകില്ലായിരുന്നു. അവർ മദീനയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വരാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലായിരുന്നു. കാരണം റജബ് മാസമായി കഴിഞ്ഞാൽ മുദർ ഗോത്രക്കാർ പിന്നെ ആരെയും ആക്രമിക്കില്ല, ഒരാളെയും ആക്രമിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റജബിൽ അവർ മദീനയിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും റജബിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതായിരുന്നു പതിവ്. അതായത് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിലും ഈ റജബിൽ അവർ ബഹുമാനം കൊടുത്തിരുന്നു എന്നാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് പോലും റജബ് എന്ന ഈ ഒരു മാസത്തിൽ വളരെ അധികം ആ മാസത്തിന് അവർ പ്രാധാന്യം കൊടുക്കുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഒരു അക്രമിക്കെതിരെ അവർക്കൊരു ദുആ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ റജബ് വരുന്നത് വരെ കാത്തിരിക്കും. റജബ് ആഗതമായി കഴിഞ്ഞാൽ ആ റജബിൽ അവർ ദുആ ചെയ്യും. റജബിലെ ദുആ തള്ളിക്കളയില്ല എന്നാണ്.
ആക്രമിക്കപ്പെട്ട ആള് തന്നെ ആരാണോ ആക്രമിച്ചത് ആ ആക്രമിക്കെതിരെ ചെയ്യുന്ന റജബിലെ ദുആ അള്ളാഹു തള്ളിക്കളയില്ല. കാരണം റജബ് ശഹറുള്ളയാണ്, അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു അവനോട് അവന്റെ പേരിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള വളരെ അധികം മഹത്വങ്ങളുള്ള ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പറഞ്ഞാൽ റജബിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട്. നമ്മുടെ നമസ്കാരത്തിന്റെ വാർഷിക മാസം കൂടിയാണ് റമദാൻ. പരിശുദ്ധമായ റജബിലാണല്ലോ നമുക്ക് നമസ്കാരം നിർബന്ധമാക്കി തരുന്നത്. അപ്പോൾ നമസ്കാരത്തിന്റെ വാർഷിക മാസം എന്നുള്ള നിലയിലും ഒക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹു ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ പഠിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലലും വലിയ മഹത്വമുള്ള പുണ്യമായ ഈ മാസമാണ്. ഈ മാസത്തിന്റെ എല്ലാ ദിനരാത്രങ്ങളെയും അള്ളാഹു ധാരാളം അമല് ചെയ്ത് അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.